ഹായ്, ഞാൻ ജീവമാതാ കാരുണ്യ ഭവനെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഒരു പെൺകുട്ടി എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവൾ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങൾ, അതായത് അവളുടെ 3 കുഞ്ഞുങ്ങൾ, രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുഞ്ഞും ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ട് അവൾക്ക് ചൈൽഡ് വെൽഫെയർ അവരെ ഏറ്റെടുത്തു. ചൈൽഡ് വെൽഫെയർ അല്ല, ഗവൺമെന്റ് അല്ലേ, ചൈൽഡ് വെൽഫെയർ തന്നെ. അപ്പോൾ അവർ 3 പേരെയും ഏറ്റെടുത്തു, കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു. കുഞ്ഞുങ്ങൾക്കൊപ്പം ഇവരെയും ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് കൊണ്ടുപോയി അക്കോമഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ കുട്ടിക്ക് മുഖം കാണിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്വരം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. സോറി, വേണമെങ്കിൽ മുഖം കാണിക്കാം, പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നു. അവളെ വീട്ടിൽ പെർമിഷൻ ഇല്ലാതെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. വിവാഹം കഴിച്ച ആൾ മദ്യപാനിയായിരുന്നു, തികഞ്ഞ മദ്യപാനിയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നോക്കാതെ ഉപദ്രവിക്കുന്ന, തല്ലുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേസായപ്പോൾ ഗവൺമെൻറ് അവരെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഏറ്റെടുക്കുമ്പോൾ ഒരു സെക്യൂറായിട്ട് ഏതെങ്കിലും ഒരു റെസ്ക്യൂ ഹോമിലേക്ക് ആക്കും. ആ റെസ്ക്യൂ ഹോമായിട്ട് പ്രവർത്തിച്ച സ്ഥലമാണ് ഈ ജീവമാതാ കാരുണ്യ ഭവൻ. അവിടെയായിരുന്നു ഈ കുട്ടിക്ക് ജോലി കൊടുത്തത്. അവിടുത്തെ അത്യാവശ്യം കുക്കിംഗ് പണിക്ക് കുട്ടിയെ ഏർപ്പാടാക്കി. ശമ്പളമൊക്കെ കറക്റ്റ് തന്നിട്ടുണ്ടോ? ശമ്പളമൊക്കെ കൃത്യമായിരുന്നു. കുഞ്ഞുങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും കാട്ടിനകത്താണെങ്കിലും പോകാൻ തയ്യാറായി പോയി. 3 കുട്ടികളുമായിട്ട് അവിടെ താമസിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അവർ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നത് ഇവർ നേര് കണ്ടതാണ്. പിന്നെ വേറെ വഴിയില്ലല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഓടിപ്പോയി കയറാനായിട്ടൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് സഹിക്കുകയായിരുന്നു. അതല്ലേ, അതുവരെ കറക്റ്റ് അല്ലേ? ഇപ്പോൾ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ 3 കുഞ്ഞുങ്ങളെ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചതുപോലെ എടുത്ത് ഈ ചൈൽഡ് വെൽഫെയർ ആ കുട്ടികളെ അവരങ്ങ് ഏറ്റെടുത്തിട്ട് ഇവക്ക് കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് കുറേ പേരെടുത്തിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. കുട്ടിക്ക് ഒരു വീട് വേണം. ഇപ്പം നമ്മൾ കാണുന്നല്ലോ കുറേ എണ്ണം, രേണു സുധിയൊക്കെ പോലെയുള്ള അവരെയൊക്കെ കാരണം തന്നെ പല ആൾക്കാരും ഇപ്പോൾ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നത്. മൈസെൽഫ് ഞാനും അങ്ങനെ ഇപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ല. അതിൻ്റെ കാരണം രേണു സുധിയെ പോലുള്ളവരാണ്, നന്ദികേടെ കാണിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അവൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡൽഹിയിൽ നിന്ന് രമാ മേഡമൊക്കെ വന്നു. അവർക്ക് നമുക്ക് തരാവുന്ന സപ്പോർട്ടെല്ലാം, അതായത് വക്കീലിനെ ആയിരുന്നാലും എന്ത് അഡ്വൈസ് ആണെങ്കിലും ഒക്കെ അവർ ചെയ്തു തന്നിട്ട് തന്നെയാണ് അവർ തിരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ കുട്ടി പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾക്കത് പൊതുസമൂഹത്തോട് പറയണമെന്നുള്ളതാണ്. പറഞ്ഞു. ചൈൽഡ് വെൽഫെയർ നടക്കുന്നത് ശരിക്കും ഒരുപാട് കുഞ്ഞുങ്ങളെ അവർ കടത്തുന്നുണ്ട്. പൈസയ്ക്കാണോ എന്നറിയത്തില്ല. പൈസയ്ക്ക് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ അവർ കാണിക്കാത്തത്? ഞാൻ 3 വർഷമായിട്ട് എങ്ങനെ നോക്കിയിട്ടും ഒരുപാട് അപേക്ഷ കൊടുക്കാൻ നോക്കി. ഇവര് ചെയർമാൻ ഉൾപ്പെടെ ചെയർമാനോട് സംസാരിക്കാൻ പോലും അവിടെ ഇരിക്കുന്നവരായിട്ട് ലേഡികൾ സമ്മതിക്കുന്നില്ല. ചെയർമാന്റെ പേരെന്തോ? ചെയർമാൻ ഇപ്പോഴത്തെ സസ്പെൻഷനായ രാജീവ് സാറ് പുള്ളിയായിരുന്നു. പുള്ളി കാണാൻ സമ്മതിക്കത്തില്ല. അതിന് മുമ്പത്തെ ചെയർമാനാണ് പിള്ളേരെ അവര് നിന്ന സമയത്താണ് ഞാൻ അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പൊ കാണാൻ പറ്റുമായിരുന്നു സ്ഥാപനത്തിൽ. പത്തനംതിട്ട വയലത്തല. ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. കുട്ടികളെ കാണിക്കുന്നുണ്ടോ? കുട്ടികളെ കാണിക്കുന്നില്ല. ഞാൻ ചെന്നായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ്. ഞാൻ പോയപ്പോ എന്നോട് പറഞ്ഞു വീടുണ്ടാക്കിക്കൊണ്ട് വരാനെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വീടുണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. അപ്പൊ അങ്ങനെ കൊണ്ടുപോവാ, വീടുണ്ടാക്കി കൊണ്ടുപോവാ. ഞാൻ ചോദിച്ചു അപ്പൊ വീടുണ്ടെങ്കിൽ പറ്റുമോ? അന്നേരം ഞങ്ങൾ പറയാം വേറെ എന്ത് വേണമെന്ന്. അല്ല, കൊച്ചു ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിലാണോ അതോ ഹോം നഴ്സിംഗ് ആണോ? ഹോം നഴ്സ്. അപ്പൊ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് എവിടെ നിർത്തും? കൊച്ചുങ്ങളെ ഞാൻ വാടകയ്ക്ക് വീട് എടുത്തിട്ടുണ്ട്, അതിൽ നിർത്തും. എന്നിട്ട് ഇത് പറഞ്ഞിട്ടും തരുന്നില്ല കുഞ്ഞുങ്ങളെ? ഇല്ല, തരുന്നില്ല. കുട്ടികൾക്ക് എത്ര വയസ്സുണ്ട്? കുട്ടികൾക്ക് ഇപ്പൊ മൂത്ത മോക്ക് 11 വയസ്സ്, ഇളയതിന് 10 വയസ്സ്, മോന് 8 വയസ്സ്. 3 പേരും ഒരിടത്താണോ? 3 പേരും 3 കൊടുത്തെന്നാ പറഞ്ഞത്. നിങ്ങൾ പെർമിഷൻ കൊടുത്തോ? ആദ്യത്തെ കുട്ടിയെ 2 പേരെ ഞാന് ശബരി ബാലികയിലാണ് നിർത്തിയിരുന്നത്. ശബരി ബാലിക എന്ന് പറയുന്നത് ഇതുപോലത്തെ തന്നെ ഒരു സ്ഥാപനം. ഒരാള് ഓമല്ലൂർ തണലിൽ മോനെ. അപ്പം ശബരി ബാലികയിൽ നിന്നപ്പം ഇതുപോലെ ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നു. അവിടുന്ന് ശബരി ബാലികയുടെ ആ നടത്തിപ്പിൽ ആരോ എനിക്കൊരു കോള് വന്നു, ഇതുപോലെ ഒരച്ഛനും അമ്മയും വന്നിരിക്കുന്നു, കുട്ടിയെ കൊണ്ടുപോകണമെന്ന്. ഞാൻ പറഞ്ഞു കുട്ടിക്ക് ഞാനേ ഉള്ളൂ, മക്കൾക്ക് ഞാനേ ഉള്ളൂ, അതിന് വേറെ ആരും അവകാശികൾ വരാനില്ലെന്ന് പറഞ്ഞു. അതല്ല, ഒരച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഈ ജീവമാതയിൽ നിന്ന് അവരെ മാത്രം ട്രാൻസ്ഫർ ചെയ്തോ? ഇയാളെ കൊണ്ടുപോയില്ലേ? ഈ ജീവമാതയിലായിരുന്നല്ലോ ആദ്യം ഈ കുട്ടികൾ 3 പേര്. അല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാ. അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇറങ്ങി. അപ്പൊ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ. കുട്ടികളെ എടുത്തോണ്ട് ഇറങ്ങുകയാണ്. ശരി. എന്നിട്ട് ഞാൻ നേരിട്ട് എനിക്ക് വേറെ ആരും ഏൽപ്പിക്കാനും ഇല്ല, നോക്കാനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തി. അപ്പൊ ഇവര് പിന്തുടർന്ന് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇവര് പിന്തുടർന്ന് ഇവരെല്ലാരും ഒറ്റ ഇതായിട്ട് കുറെ ഫോട്ടോകളും ഒക്കെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. ഈ സസ്പെൻഡഡ് ആയ അതെ അവരൊക്കെ നല്ല
അവര് ഇതാണെന്ന് തോന്നുന്നു. ഈ നിങ്ങൾ അപ്പോഴെന്തെങ്കിലും ഈ പറയുന്ന ഗിരിജയ്ക്കെതിരെ ചെയ്തത് കൊണ്ടാണോ അവരിങ്ങനെ ഫോളോ ഞാൻ ഒന്നും ചെയ്തില്ല അവർക്കെതിരെ. മീൻസ് അവർക്കൊരു ഭയമുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും എന്നോട് പറഞ്ഞു കത്തിച്ച് കളയും വീടെന്ന്. ദൈവം സഹായിച്ച് വീടില്ല, കത്തിച്ച് കളയും. പിന്നെ ഞാൻ അത് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ വല്ല വീട്ടിലും ജോലിക്ക് നിൽക്കുക. കുഞ്ഞുങ്ങളെ വല്ലതും ചെയ്യുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല. നമുക്ക് അവരേ ഉള്ളൂ, അത് കാരണം ഞാനൊന്നും മിണ്ടിയില്ല. ഈ ഇപ്പൊ എറണാകുളത്താണല്ലോ ജോലി ചെയ്യുന്നത്, അപ്പൊ അവർക്ക് ഈ വിവരമൊക്കെ അറിയുമോ? നിൽക്കുന്ന വീട്ടില് അറിയാം, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ കുട്ടികളെ കൊണ്ടുവന്ന തൽക്കാലം അവിടെ നിർത്തുമോ അവര്? കുട്ടികളെ കൊണ്ടുവന്നാ നോക്കാം. എനിക്കായിട്ട് വീട് കിടപ്പുണ്ട്, ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. നല്ല 2 മുറിയും 1 ഹാളും അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീട് എനിക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം. എന്നിട്ട് ഈ വാടക ഇത് കൊണ്ടുപോയപ്പോഴും അവര് പറ്റില്ലെന്ന് പറഞ്ഞു. അവര് കാണാനേ സമ്മതിക്കുന്നില്ല. ഓ, ആളെ കാണാനേ നിങ്ങക്ക് പറ്റുന്നില്ല. എന്തൊക്കെ കുറെ പേപ്പേഴ്സ് തന്നെ കാണിച്ചില്ലായിരുന്നു, അതെന്തായിരുന്നു? അത് ഞാൻ കൊടുത്ത ഓരോ അപേക്ഷയാണ്. അവരെ അപേക്ഷ വാങ്ങിച്ചിട്ടില്ല എന്റെ കയ്യിൽ, വാങ്ങിച്ച് നോക്കുന്നത് പോലും ഇല്ല. പിന്നെ ഞാനതിൽ എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റേർഡ് അയച്ചപ്പം അതിന് മറുപടി അയച്ചത് വേറെ ആരോ, ഞാൻ ചെയർമാൻ അയച്ചത്. അപ്പൊ ഒരു തരത്തില് അവര് നമ്മളെ അങ്ങോട്ട് നമുക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാനോ അവര് പറയുന്നു ഇന്നത് ഉണ്ടാക്കിക്കൊണ്ടുപോവാ, വീട് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, വീട് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ ഒറ്റ ഒരാളെ ഉള്ളൂ, എനിക്ക് വീടുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അതുണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ആലോചിക്കാവുന്ന കാണുന്ന കാര്യം. എത്ര പ്രായം ഉണ്ടായിരുന്നു ജീവമാതയിൽ പോകുമ്പോ? എനിക്കൊരു 20 അവക്ക് 20 ആയിരുന്നു. 20, അതിന്റെ മേളിൽ വയസ്സ് ഓർമ്മയില്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് മൂത്ത മോക്ക് ഇപ്പൊ 11 വയസ്സല്ലേ? 11 വയസ്സ്. ഈ അവിടെ ഉണ്ടായിരുന്നപ്പോ എത്ര വയസ്സായിരുന്നു ജീവമാതയിൽ? 6 വയസ്സ്. ഈ അടിച്ചു എന്ന് പറയുന്നില്ലേ, മോളെ അടിച്ച ആ കുട്ടിക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നു? 5 വയസ്സ്. 5 വയസ്സുള്ള കുഞ്ഞിനെയാണ് ഉപദ്രവിച്ചത്. അത് നിങ്ങക്ക് പരാതിയുണ്ടോ? അന്ന് പരാതി കൊടുത്തോ? അന്ന് പരാതി കൊടുത്തിട്ടില്ല. നമ്മൾ അവിടെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് കൊടുക്കണമെന്ന് തോന്നിയില്ല? പിന്നീട് കൊടുക്കണമെന്ന് തോന്നിയിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ വാക്ക് കേൾക്കാൻ ആരും ഇല്ലല്ലോ, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. കാരണം അവള് പ്രീമീച്ചർ ബേബി 7 മാസത്തിലുള്ളത്, അവർക്ക് അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതായത്. പിന്നെ നിർബന്ധമുണ്ട്, കരയുന്ന ഒരു ഇതുണ്ട്. ഈ പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് അറിയാമോ? ഇപ്പോഴത്തെ എനിക്കറിയില്ല. രാജീവ് സാർ ആയിരുന്നല്ലോ സസ്പെൻഷനായി. ഇപ്പൊ ആരെന്ന് അറിയത്തില്ല. അവിടെ അന്വേഷിച്ചാൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടും. അവിടെ വേറെ ആരെങ്കിലും അന്വേഷിച്ചാൽ കിട്ടും, ഞാൻ അന്വേഷിച്ചാൽ കിട്ടത്തില്ല. എനിക്ക് അതിനുള്ള അർഹതയില്ലെന്നാ പറയുന്നത്. എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മയ്ക്ക് അർഹതയില്ല, യോഗ്യതയില്ലെന്നാ പറയുന്നത്. പിന്നെ വേറെ ആരാണ് അവിടെ അർഹതപ്പെട്ടവരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏകദേശം ഈ കുട്ടിയുടെ ഒരു വിഷയം പബ്ലിക്കിൽ പറയണമെന്നുള്ളത് കൊണ്ടാണ് ഗോപികയാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. 3 കുഞ്ഞുങ്ങളുണ്ട്. 3 കുട്ടികളെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കൊക്കെയോ വളർത്താൻ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഇതിൽ പിന്നെ ഡാഡി ഗിരിജയുടെ കൈ വളരെ ശക്തമായിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടി വിറ്റ്നസ് ആണ് എന്നൊരു തെറ്റിദ്ധാരണ. നീ പേടിക്കേണ്ട, അവർ വിറ്റ്നസ് അല്ല, അവരൊന്നിനും വരുന്നില്ല, അവരെ കുഞ്ഞുങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ മനഃപൂർവ്വം സമ്മതിച്ചു കൊടുക്കുക, സഹായിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആരായിരുന്നാലും ഗോപികയുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്, കുട്ടികളുടെ പേര് പറയാമോ? സംഗീത, അനസൂയ, സഞ്ജയ് 3 കുഞ്ഞുങ്ങൾ. നിങ്ങളെ ആരായിരുന്നാലും കൊണ്ടുപോയി വെച്ചിരിക്കുന്നവർ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തേ മതിയാവുള്ളൂ. കാരണം ചോദിക്കുന്നത് അമ്മയാണ്, വേറെ റോഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അല്ല. ആ കുട്ടികളുടെ ബയോളജിക്കൽ മദറായ ഗോപികയാണ് നിങ്ങളോട് കുഞ്ഞിനെ ചോദിക്കുന്നത്. ഒരു കുഞ്ഞിനെ പിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വേണ്ടി നിർത്തരുത് ദയവ് ചെയ്തിട്ട്. അല്ലാത്ത പക്ഷം നിങ്ങളത് വളരെ നല്ല എഗ്രിമെന്റിൽ എഴുതി നിങ്ങളുടെ സ്വത്തിന്റെ പാതി കൊടുത്താൽ മാത്രമേ കുട്ടികളെ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ വീട്ടുജോലിക്കും വിടുവേലയ്ക്കും വേണ്ടിയിട്ട് അവളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കുന്നത് മോശപ്പെട്ട ഒരു പരിപാടിയാണ്. കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള വർക്കിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ വളരെ ഇതായിട്ട് നിങ്ങളോട് പറയുന്നത്, സഹായിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഗോപികയും കുട്ടികളെയും തിരിച്ചു കിട്ടാൻ, അതായത് ഗോപികയ്ക്ക് കുട്ടികളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്നവരെന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം ഞാൻ തനിച്ച് കൂടുമോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി പെൺകുട്ടികൾ വന്ന് പല കംപ്ലൈൻറ്റും പറഞ്ഞിട്ടുണ്ട്. കേസുമായിട്ട് മുൻപോട്ട് പോകും. അപ്പം ഞങ്ങൾ ഇവിടെ വക്കീലിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞത് ആപ്ലിക്കേഷൻ ഒന്നും കൂടെ വീണ്ടും ഫില്ല് ചെയ്ത് അയക്കാനാണ്, അങ്ങനെയല്ല പറഞ്ഞത്, ഫില്ല് ചെയ്ത് അയക്കാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ആപ്ലിക്കേഷൻ വീണ്ടും റീഫില്ല് ചെയ്ത് വീണ്ടും അയച്ചിട്ട് കാത്തിരിക്കുകയാണ് മറുപടിക്ക് വേണ്ടിയിട്ട്. കുറച്ച് ദിവസമേ വെയിറ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം സമര നടപടിയുമായിട്ട് മുൻപോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അമ്മമാരിൽ നിന്ന് മക്കളെ പിരിക്കുന്നത് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഒന്നും ചെയ്തില്ല എന്ന തോന്നലാണ് പുള്ളിക്കാരത്തി എന്നെ അന്വേഷിച്ച് വന്നത്. അപ്പോൾ ഒരു ദിവസം കൂടെ അവൾ ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നതാണ്. ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സഹായിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സഹായിക്കൂ. ആ കുട്ടിയുടെ കരച്ചിൽ കാണാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം ഇതിനെ തുടർന്ന് ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടെന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ട് CWC ഇടപെട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് എൻ്റെ കുട്ടീനെ മാറ്റി നിർത്തണമെന്നൊരു നിർദ്ദേശം വന്നിരുന്നു.
അന്ന് എൻ്റെ മൂത്ത മകനാണ് പറഞ്ഞത്, ഞാനാണ് അധികാരി, അമ്മയല്ല, എൻ്റെ കുട്ടിയെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ശത്രുത കാരണം കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേക കലാപരിപാടിയുണ്ട്. അപ്പോൾ അത് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന ഒരു അമ്മ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, അമ്മയുടെ അടുത്ത് നിന്ന് മക്കളെ മാറ്റരുത്. ഇനി എന്തോ ആവട്ടെ, കാടിയാവട്ടെ, അവർ മൂടി കുടിച്ചോട്ടെ. ആ കുഞ്ഞുങ്ങളെ കാണാൻ പോലും അനുവദിക്കാത്ത അത്രയും ക്രൂരത ചെയ്യുന്ന CWC വല്ലാത്ത തരം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. ആ കുട്ടിയെ കാണാനെങ്കിലും അനുവദിക്കുക. അതിനെ കാണാൻ പോലും അനുവദിക്കാതെ അതിനെ നീക്കി നിർത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ഈ വിഷയം പബ്ലിക്ക് പറയണ്ട, ഇതല്ലാതെ തന്നെ നമുക്ക് ഇന്റേണലി തീർക്കാം എന്നൊരു ടൈമിലായിരുന്നു. പക്ഷെ വക്കീൽ പറഞ്ഞ ഒരു കാര്യം, ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവരറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ CWCയുടെ അടുത്ത് സേഫ് ആണ് എന്ന് പല അമ്മമാരും ചിന്തിക്കാറുണ്ട്. നമുക്ക് വളർത്താൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയി കുട്ടികളുടെ ചൈൽഡ് വെൽഫെയറിൽ കൊടുക്കും. ഒരിക്കലും ചെയ്യരുത്. അവിടെ നടക്കുന്ന മുഴുക്ക അനീതിയാണ്. അവളുടെ സമ്മതമോ പെർമിഷനോ ഇല്ലാതെ അവളുടെ കുഞ്ഞുങ്ങളെ വിറ്റു എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. ഇത് തന്നെയായിരിക്കും ഞങ്ങൾ മുൻപോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കേസുകൾ. നമ്മൾ പലപ്പോഴും വിചാരിക്കും വനിതാ കമ്മീഷൻ ഓക്കെയാണ്, ബാലാവകാശ കമ്മീഷൻ ഓക്കെയാണ്, നമുക്ക് ഈ നിയമങ്ങൾ അറിയത്തില്ലല്ലോ, വശങ്ങൾ അറിയത്തില്ല, മിസ്യൂസ് ചെയ്യുന്നത്. എനിക്ക് അതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു, പിള്ളേരെ കാണിക്കേണ്ടപ്പോ കാണിക്കാം. നമ്മളത് വിശ്വസിച്ചു, കാരണം നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. കുട്ടികൾ സേഫ് ഹാൻഡിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവളുടെ കുട്ടികളെ അവളുടെ സമ്മതമില്ലാതെ മറ്റൊരാൾക്ക് വളർത്താനെന്ന വ്യാജേന കൊടുത്തിരിക്കുന്നത്. ഇത് വളർപ്പൊന്നുമല്ല. ആരാണ് ഇപ്പോൾ കുട്ടികൾ എടുക്കുന്നത് വളർത്താനായിട്ട്? അങ്ങനെ എടുക്കുന്നവർ മാനമര്യാദയ്ക്ക് അവർക്ക് സ്വത്തിൻ്റെ പകുതി എഴുതി കൊടുക്കും. കുറേയധികം പ്രൊസീജിയർ ഉണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ. അതൊന്നുമില്ലാതെ വല്ല വീടുകളിലും കുണ്ടവേലയ്ക്കാണ് ആ കുട്ടികളെ കൊണ്ടുവരും. പ്രത്യേകിച്ച് പെൺകുട്ടിയാണ്, 11 വയസ്സായി, മോള് പ്രായമാകാൻ ടൈമായി. ഇനി ഒരു അമ്മയുടെ ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലാണ് ആ കുഞ്ഞുള്ളത്. അവരെ കാണാൻ പോലും അനുവദിക്കാതെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഇങ്ങനൊരു വിഷയം മറ്റൊരു ഇപ്പോൾ ഫേമസ് ആയിരിക്കുന്ന അതിജീവിതയുടെ കേസിലുമുണ്ട്. അവളുടെ അച്ഛനെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇതൊക്കെ വളരെ വലിയ അന്യായമാണ് നടക്കുന്നത്. സമൂഹത്തിൽ ഇത്രയധികം വളരെ വൃത്തികെട്ട ടേമുകൾ നടക്കുമ്പോൾ നമ്മൾ ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ അങ്ങോട്ട് തകർക്കാനാണ് നിൽക്കുക. ഭയം കൊണ്ട് തന്നെയാണ് പല രീതിയിൽ നമ്മൾ ബാക്ക് അടിച്ച് നിൽക്കുന്നത്. പിന്നെ അവിടെ നടക്കുന്നത് മറ്റൊരു രീതിയിലുള്ളൊരു സംഗതിയാണ്. ശവശരീരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാക്പോരാണ് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ മൃതപ്രായവർക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ഒരാളുമില്ല. ഞാൻ എൻ്റെ ഇൻറ്റൻഷൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ മൗനമായതാണ്. കാരണം കുഞ്ഞുങ്ങൾ അവരുടെ കസ്റ്റഡിയിൽ ഒരിക്കലും സേഫ് അല്ല. സ്ത്രീ വല്ലാണ്ട് കിടന്ന് തുടിച്ചഴുകുന്നത് കൊണ്ടാണ് അതിനെതിരെ ആക്ഷൻ എടുത്തത്. ഇനി എനിക്ക് ഗോപികയുടെ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ പ്ലീസ് സപ്പോർട്ട് ഹെർ. അവൾ തനിച്ചാണ്. അവൾക്ക് ആരുടെയും ഒരു ഭിക്ഷ ഇത് വേണമെന്ന് അവൾ പറയുന്നില്ല. അവൾക്കൊരു വീട് വേണം. താല്പര്യമുള്ളവർ ആരെങ്കിലും, അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ വളരെ ഉപകാരം. ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. താജിക്കായൊക്കെ ഒത്തിരി സപ്പോർട്ടീവായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അറിയത്തില്ല, എനിക്കുമുണ്ട് കുറച്ച് പ്രോപ്പർട്ടി. ചിലപ്പോൾ ഞാനും ചെയ്യാൻ ചാൻസസ് ആർ ദെയർ. അത് ഞാൻ പറഞ്ഞില്ല, കടത്തിലൊക്കെയാണ്. അതിനി അതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എങ്ങനെയല്ല അവൾക്കൊരു വീടാകണം, അങ്ങനെയേ അവർ കൊടുക്കുകയുള്ളെന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിയമവശം പരിശോധിക്കുമ്പോൾ അമ്മയെ നിന്ന് കുട്ടികളെ പിരിച്ച് മാറ്റി വയ്ക്കാൻ ഒരു രീതിയിലും നടക്കുന്ന കേസല്ല. അത് തീർച്ചയായിട്ടും അമ്മയെ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവൾക്ക് കാഴ്ചയ്ക്കല്ല വേണ്ടത്, അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടണം. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. നീതി നിഷേധമാണ് ഈ നടക്കുന്നത്. ഞങ്ങളെ എല്ലാ അധികാരികൾക്കും മെയിൽ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. എൻ്റെ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. കോൺടാക്ട് ചെയ്യുക. താല്പര്യമുള്ളവർ, സഹായിക്കാൻ കഴിയുന്നവർ. കൊച്ചിനെന്തെങ്കിലും പറയണ്ടേ പറഞ്ഞു. മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി ഒന്ന് ഇതിലിപ്പോഴത്തെ ഇതിലേക്ക് വിട്ടിട്ട് മിണ്ടാതിരിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ. അവളൊരു വിറ്റ്നസ് ആണെന്നാണ് അവള് പറയണത് അല്ലേ? എരയാണ്, എര. അതാണ് സത്യം. നമ്മൾ ഈ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ, ഇവർക്കൊക്കെ എന്ത് പറ്റുന്നു എന്നുള്ളത് അത്യാവശ്യം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ് അവർക്ക് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഇപ്പം ജീവനോടെ ഞാൻ ഇരിക്കുമ്പോ തന്നെ അവരെ ഇത്രയും ചെയ്തെങ്കിൽ ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഭയങ്കരമായിരിക്കും. എന്തായാലും അയാൾക്ക് സസ്പെൻഷൻ വന്നത് എന്തോ അനീതി കാണിച്ചിട്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് അവർ ഈ വഷളത്തരം കാണിക്കുന്നത്. നമ്മൾ വിചാരിക്കും അനാഥാലയത്തിലൊക്കെ കുഞ്ഞുങ്ങൾ സേഫ് ആയിരിക്കും. ഒട്ടുമല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഗോപിക. വലിയൊരു കാണിക്കാതിരുന്നിട്ട് പറയുന്ന ഒരു വാക്കാണ്, കുട്ടികൾ ഇനി നിന്നെ കണ്ടാൽ തിരിച്ചറിയത്തില്ലെന്ന്. അതെന്ത് ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞതാണ്. ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞതാണ്, കുട്ടികൾ ഇനി നിന്നെ കണ്ടാൽ തിരിച്ചറിയത്തില്ല, വരത്തുമൊന്നുമില്ലെന്ന്. അത് നമ്മളെ കാണിക്കത്തില്ല. കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ മറക്കത്തൊന്നുമില്ല. അത്യാവശ്യം അറിയുന്ന എത്ര നാളായി കണ്ടിട്ട് കുഞ്ഞുങ്ങളെ? ഇപ്പൊ ഇത് 4ാമത്തെ വർഷം. ഞാൻ 4 വർഷം ഞാൻ കയറി ഇറങ്ങുന്നതല്ലാതെ എനിക്കൊരു നീതിയും കിട്ടുന്നില്ല. 4 വർഷമായ കുഞ്ഞുങ്ങളെ കണ്ടിട്ട്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ദയവ് ചെയ്തിട്ട്. ശരി, താങ്ക് യു.